ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞുപോയ ഒരു കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഒന്ന് വിശകലനം ചെയ്യുകയാണ്, അവലോകനം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഉമറുൻ നസഫിയെ കുറിച്ചും സഅദുദ്ദീനു തഫ്താസാനി ബഹുമാനപ്പെട്ടവരെ കുറിച്ചും നല്ലൊരു പഠനം ഉസ്താദുമാരെല്ലാം നടത്തുകയും ഒരു 3-4 പേജൊക്കെ എഴുതി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലും അറിവിൻ്റെ മേഖലയിലും ഒരു മുതൽക്കൂട്ടായിരിക്കും. ഉമറുൻ നസഫി വലിയ മഹാനാണ്. നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തഫ്താസാനി ഇമാമും അങ്ങനെ തന്നെ. ഇൽമുൽ കലാമിൻ്റെ അഥവാ വിശ്വാസശാസ്ത്രത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും അഖീദയുടെ വിഷയത്തിൽ തഖ്ലീദ് ചെയ്യുന്നവർ കുറ്റക്കാരാണ്, മറ്റാരെങ്കിലും അനുകരിച്ചുകൊണ്ട് വിശ്വസിക്കാനുള്ളതല്ല എന്നും അവരവരുടെ അഖിലും മാരിഫത്തും ഉപയോഗിച്ചുകൊണ്ട് തന്നെ തൗഹീദിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കണമെന്നും പറയുന്ന പണ്ഡിതന്മാരാണ് ഭൂരിഭാഗം ആളുകളും. എന്നാൽ ആമത്തുന്നാസായ ആളുകളെ സംബന്ധിച്ചിടത്തോളം തഖ്ലീദ് ഇൽമുൽ കലാമിലും അഖീദയുടെ വിഷയത്തിലും തെറ്റില്ല, കുറ്റമില്ല എന്ന് പറയുന്നവരും ധാരാളമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് അഭിപ്രായങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി സമാധാനിക്കാം. ഏതായാലും നമുക്ക് ഇൽമുൽ കലാമിൽ എങ്ങനെയാണ് മഹാന്മാരായ ഉലമാ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതെന്നും ഓരോ വിഷയത്തിലും എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ബാക്കിയുണ്ട് എന്നും ഇതിലൂടെ തിരിച്ചറിയാൻ കഴിയും. ശർഈയായ അഹ്കാമുകൾ അത് അമലിയായതുമുണ്ട്, അഖദിയായതുമുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അമലിയായ ഇതിന് ഫുറൂഇ എന്നും അമലിയത്ത് എന്നും, വിശ്വാസപരമായതിന് അസുലിയത്ത് എന്നും വേറെന്തുവാ പറയുക, ഇഅ്തിഖാദിയത്ത് എന്നും പറയും എന്ന് പറഞ്ഞു. മാത്രവുമല്ല, ഒന്നാമത്തതിനിക്ക് ഇൽമു ശറാഇഇ വൽ അഹ്കാം എന്നും, രണ്ടാമത്തതിനിക്ക് ഇൽമു തൗഹീദി വസിഫാത്ത് എന്നും പറയും എന്നും പറഞ്ഞു. കാരണം എന്താണ്? അതിലെ പ്രധാനപ്പെട്ട ചർച്ചയും അതിൻ്റെ മഖ്സൂദും ഈ ഇൽമു തൗഹീദ് വസിഫാത്ത് ആയതുകൊണ്ടാണ് രണ്ടാമത്തതുമായി അഖീദയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഇൽമു തൗഹീദ് വസിഫാത്ത് എന്ന് പറയുകയും ചെയ്യുക എന്ന് പറയാൻ കാരണം. ഇനി നമ്മളുടെ ചർച്ചയുടെ പോക്ക് അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقد كانت الأوائل من الصحابة والتابعين رضوان الله تعالى عليهم أجمعين لصفاء عقائدهم ببركة صحبة النبي عليه الصلاة والسلام وقرب الأحد بزمانه ولقلة الوقائع والاختلافات وتمكنهم من المراجعة إلى الثقات مستغنين عن تدوين العلمين وترتيبهما أبوابا وفصولا وتقرير مقاصدهما فروعا وأصولا إلى أن حدثت الفتن بين المسلمين والبغي على أئمة الدين وظهر اختلاف الآراء والميل إلى البدع والأهواء وكثرة الفتاوى والواقعات والرجوع إلى العلماء في المهمات فاشتغلوا بالنظر والاستدلال والاجتهاد والاستنباط وتمهيد القواعد والأصول وترتيب الأبواب والفصول وتكثير المسائل بأدلتها وإيراد الشبهة بأجوبتها وتعيين الأوضاع والاصطلاحات وتبيين المذاهب والاختلافات وسموا ما يفيد معرفة الأحكام العملية عن أدلتها التفصيلية بالفقه ومعرفة أحوال الأدلة إجمالا في إفادتها الأحكام بأصول الفقه ومعرفة العقائد عن أدلتها بالكلام لأن عنوان مباحثه كان قولهم الكلام في كذا وكذا ولأن مسألة الكلام كانت أشهر مباحثه وأكثرها نزاعا وجدالا حتى إن بعض المتغلبة قتل كثيرا من أهل الحق لعدم قولهم بخلق القرآن ولأنه يورث قدرة على الكلام في تحقيق الشرعيات وإلزام الخصوم كالمنطق للفلسفة ولأنه أفضل ما يجب من العلوم التي إنما تعلم وتتعلم بالكلام
فأطلق عليه هذا الاسم لذلك. وقد كانت الأوائل അവ്വായില് അവ്വല് ബഹുവചനമാണ് അവ്വായില്. സ്വഹാബത്ത് സ്വഹാബിയ്യിൻ്റെ ബഹുവചനമാണ് സ്വഹാബത്ത്. ഈമാനോടുകൂടെ നബിതങ്ങളോടുകൂടെ ഒരുമിച്ച് കൂടുകയും അത് വലൗ ലഹ്ള ഒരു നിമിഷമാണെങ്കിലും ശരി, വലൗ അഅമ അന്ധനാണെങ്കിലും ശരി, വലൗ അസമ്മ ചെകിടുപൊട്ടനാണെങ്കിലും ശരി, വലൗ സഗീറൻ ചെറിയ ആളാണെങ്കിലും ശരി, ഏത് വിധേനയും നബിതങ്ങളോടുകൂടെ മൂമിനായി ഒരുമിച്ച് കൂടി വമാത അലൽ ഈമാനോടുകൂടെ മരിക്കുകയും ചെയ്താൽ അവരാണല്ലോ സ്വഹാബത്ത്. താബിഈങ്ങൾ ആരാണ്? താബിഈങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങനെ താബിയാവൂല. സ്വഹാബികളോടുകൂടെ ഏതെങ്കിലും ഒരു അർദ്ധ നിമിഷം അത് ഒരുമിച്ച് കൂടിയാലൊന്നും താബിയാവൂല. സ്വഹബത്ത് സിയാദത്തു സ്വഹബത്ത് വേണം. നല്ലോണം സ്വഹബത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ താബിയായി മാറുന്നുള്ളൂ എന്നുള്ളതാണ്. സ്വഹാബികളോടുകൂടെ ധാരാളം സമയം ഒരുമിച്ച് കൂടിയെങ്കിലേ ഒരാളെക്കുറിച്ച് താബി എന്ന് പറയും. അപ്പോൾ സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങളാണ് പറഞ്ഞത്. കേവല സ്വഹബത്ത് കൊണ്ട് ഒരാൾ സ്വഹാബിയാകുന്നത്, ആ പേരിനർഹൻ, ആ ഷറഫിന് വിധേയനാകുന്നത്, അത് നബിതങ്ങളോടുകൂടെയുള്ള ആ ഹദറത്തിനോടുകൂടെയുള്ള സ്വഹബത്ത് കൊണ്ട് മാത്രമേ ആ സ്ഥാനത്തിലേക്ക് എത്തിച്ചേരുന്നുള്ളൂ, അല്ല സ്വഹാബിയാകാനുള്ള ഭാഗ്യം കിട്ടുന്നു. മറ്റുള്ള താബിഈങ്ങൾ ആകണമെങ്കിൽ സ്വഹാബികളോടുകൂടെ എന്ത് വേണം? തൂലു സ്വഹബത്ത്, സിയാദത്തു റുഫ്ഖത്ത്, മുറാഫഖത്ത് വേണം. അതൊന്ന് ഉണർത്തി എന്ന് മാത്രം. അപ്പൊ അവ്വായില് അവലിന്റെ ബഹുവചനമാണ് അവ്വായില്. ഫവായില് എന്നാണ് അത്. ഫവായില് മുന്തഹൽ ജംഅ എന്ന് പറയുക. അത് ഗൈറു മുൻസരിഫിന്റെ സീഗയാണ്, ഗൈറു മുൻസരിഫാണ്. രണ്ട് ഇല്ലത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് മുന്തഹൽ ജംആവുക എന്നുള്ളത്. ഏതായാലും നഹ്വിലേക്കുള്ള ഒരു ഇഷാറത്തുമ്മ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതും ചിന്തിക്കേണ്ട വിഷയമായതുകൊണ്ട് വലിയ വലിയ പ്രതിഭകളും മഹാന്മാരുമായ പണ്ഡിതന്മാർ അവരുടെ വളരെ പ്രധാനപ്പെട്ട ശുറൂഹുകളിലും തഅലീഖാത്തുകളിലും മുസന്നഫാത്തുകളിലും തഫ്സീറാവട്ടെ ഹദീസാവട്ടെ ഇതര വിഷയങ്ങളാവട്ടെ അവിടെയൊക്കെ തർക്കീബ് പറയുന്നതായി കാണാൻ വേണ്ടി കഴിയും. അത് അതിൻ്റെ മഹാത്മ്യവും പ്രാധാന്യവും അനിവാര്യതയും മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ്. എവിടത്തേക്കാ പ്രവേശിക്കുന്നത്? ഈ രണ്ട് ഇൽമിനെയും അഥവാ ഇൽമുൽ ഫിഖിനെയും ഇൽമുൽ കലാമിനെയും രചിക്കാനുള്ള അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ പ്രേരണയെ കുറിച്ചിട്ട് ഉള്ള വിശദീകരണത്തിലേക്കാണ് മുസന്നിഫ് പ്രവേശിക്കുന്നത്. വഖദ് കാനത്തിൽ അവ്വായിലു, മുസന്നിഫല്ല ഷാരിഹ്, അവ്വായില് പൂർവികന്മാരായ ആളുകളായിരുന്നു. ആരാണ് പൂർവികന്മാർ? മിന സ്വഹാബത്തി വത്താബിഈൻ, താബിഈങ്ങൾ സ്വഹാബികളാൽ റളിയല്ലാഹു തആല അലൈഹിം അജ്മഈൻ അവരായതിനു വേണ്ടി ഒരു ഇല്ലത്ത് ആദ്യമായി പറയുകയാണ്. കാരണമാണ് ആദ്യം പറയുന്നത്. എന്തിൻ്റെ കാരണം എന്ന് പിന്നെ പറയാൻ വേണ്ടി പോവാണ്. ലി സ്വഫാഇ അഖായിദിഹിം, അഖീദയുടെ ബഹുവചനമാണ് അഖായിദ്. അവരുടെ വിശ്വാസം സംശുദ്ധമായതിനു വേണ്ടി, കറയില്ലാത്ത വിശ്വാസമായതിനു വേണ്ടി. എന്താണ് അവരുടെ അഖീദയുടെ സ്വഫായിനും തഹാറത്തിനും നസാഹത്തിനും വുദൂഹിനും കാരണം? അത് ബിബറക്കത്തി സുഹബത്തിൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബി തങ്ങളോടുള്ള സഹവാസിത്വത്തിൻ്റെ ആ അനുഗ്രഹം കൊണ്ട് ബറക്കത്ത് കാരണമായിട്ട്. അതുപോലെ ഖുർബിൽ അഹദി ബി സമാനിഹി, നബി തങ്ങളോടുള്ള കാലം, നബി തങ്ങളോടുള്ള കാലത്തിൻ്റെ ആ ബറക്കത്തും അടുത്തതിന് വേണ്ടി. അപ്പൊ സമാന് കാലം എന്നാണ്, അഹദ് എന്ന് പറഞ്ഞാലും കാലം എന്നാണ്. അഹദിന് കാലം എന്നുള്ളത് അഹദിന്റെ മുത്തറാദിഫുകളായ ഒരുപാട് മായനകളിൽ നിന്ന് ഒരർത്ഥം മാത്രമാണ് അഹദ്, അതായത് സമാന്. അഹദിന് തന്നെ പല അർത്ഥങ്ങളുമുണ്ട്. അമാൻ, അമാൻ എന്ന അർത്ഥമുണ്ട്. യമീൻ ബറക്കത്ത് എന്നുള്ള അർത്ഥമുണ്ട്. മീസാക്ക് കരാർ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വെക്കാം? ഇവിടെ അഹദിനിക്ക് ബറക്കത്ത് എന്നൊക്കെ ഉള്ള മായന വെക്കാം. ബറക്കത്ത് അപ്പൊ എന്തായി മായന? ഖുർബി ബറക്കത്തിൻ അൽ ബറക്കത്തി ബി സമാനിഹി, നബി തങ്ങൾ കൊണ്ടുള്ളതായ ആ ബറക്കത്തിന്റെ കാലം അടുത്തതിന് വേണ്ടിയിട്ടും. ഒരു ഖില്ലത്തിൽ വഖാഇ വൽ ഇഖ്തിലാഫാത്തി, വഖാഇ എന്നുള്ളത് വാഖിയത്തിന്റെ ബഹുവചനമാണ്. വഖാഇ ഒരു സംഭവത്തിനാണ് ശരിക്ക് വാഖിയത്ത് എന്ന് പറയാം. നമ്മളെ മസലയുമായി ബന്ധപ്പെട്ട, അത് ഏത് വിഷയത്തിലുള്ള മസലയാവട്ടെ, അത് സംബന്ധിയായിരിക്കുന്ന ഒരു കാര്യം, അതിൽ മതപരമായ ഒരു കാഴ്ചപ്പാടുണ്ടാകും. അതിനേക്കാണ് വാഖിയത്ത് എന്നിവിടെ പറയുക.
സാധാരണ വാക്കിയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നാൽ അതൊരു വാക്കിയത്താണ്, അതിന് ഹാദിസത്ത് എന്നും പറയാം. അങ്ങനെ പല രീതിയിലുള്ള അർത്ഥങ്ങളും വാക്കിയത്തിനുണ്ട്. ഇവിടെ ഉള്ളത് എന്താണ്? ഒരു മതപരമായ വീക്ഷണം ആവശ്യമായ ഒരു സംഭവ വികാസം, അതിനാണ് വാക്കിയത്ത് എന്ന് പറയാം. അപ്പോൾ വാക്കിയത്തുകൾ കലീല, വലിയ വാക്കിയത്തുകളൊന്നും ഉണ്ടായിട്ടില്ല. പ്രശ്നം അവിടെ പിന്നെ സംഭവ ബഹുലമായ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫിത്ന, ഫസാദ്, കുഴപ്പങ്ങളൊക്കെ കുറവായിരുന്നു. വൽ ഇഖ്തിലാഫാത്തുകളും ആശയ വൈവിധ്യങ്ങൾ, അഭിപ്രായങ്ങളിലുള്ള പിന്നെ അന്തരങ്ങൾ, പിന്നെ അതുപോലെ ഗ്രൂപ്പ് ചർച്ചകൾ, ഭിന്നിപ്പുകൾ, അതെല്ലാം വളരെ കുറവായിരുന്നു. ഇവിടെ നമുക്ക് ചെറിയൊരു ചർച്ച ചെയ്യാം. ഇഖ്തിലാഫ്, ഖിലാഫ്. ഇഖ്തിലാഫ് അത് ലഫ്ദർത്ഥം, പിന്നെ അതിൻ്റെ പ്രത്യക്ഷത്തിൽ ഒറ്റ അർത്ഥം തന്നെയാണ് എന്നൊരു ഖിലാഫിനും. എന്നാൽ ഇഖ്തിലാഫും ഖിലാഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് മദീനയിലേക്ക് പോകണം അല്ലെങ്കിൽ മക്കയിലേക്ക് പോകണം. രണ്ടുപേർ മക്കയിലേക്ക് പോവുകയാണ്. ഒരാൾ മക്കയിലേക്ക് പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ്, മറ്റൊരാൾ പോകുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ രണ്ടുപേരും രണ്ട് റൂട്ടുകളിലൂടെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? റൂട്ടുകൾ വ്യത്യസ്തമാണെങ്കിലും ലക്ഷ്യം ഒന്നാണ്. രണ്ടുപേരുടെയും ലക്ഷ്യം മക്കയാണ്. അപ്പൊ ഹദഫും മഖ്സൂദും ഒന്നാണ്. ത്വരീഖ്, വഴി, അത് വ്യത്യസ്തവുമാണ്. അതിനാണ് ഇഖ്തിലാഫ് എന്ന് പറയാം. എന്നാൽ ഖിലാഫ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വ്യത്യാസം ഉണ്ടാവും? മഖ്സൂദ് തന്നെ വ്യത്യാസം ഉണ്ടാകും എന്നാണ്. രണ്ടുപേർക്കിടയിൽ വ്യത്യാസം ഉണ്ടാകുക. ഓരോരുത്തരും മറ്റേ ആളോട് വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഒരാൾ മശ്രിഖിലേക്ക് പോകുന്നു, മറ്റൊരാൾ മഗ്രിബിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരാൾ മക്കയിലേക്ക് പോകുന്നു, മറ്റൊരാൾ മദീനയിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ എന്താ വരുന്നത്? അവരുടെ ലക്ഷ്യം തന്നെ വ്യത്യസ്തമായി. അതാണ് ഖിലാഫും ഇഖ്തിലാഫും തമ്മിലുള്ള വ്യത്യാസം. വതമക്കുരിഹിം, അവർക്ക് സൗകര്യപ്രദമായതിനു വേണ്ടിയും മിനൽ മുറാജഅത്തി ഇല സിഖാത്തി, വിശ്വസ്തരായ ആളുകളെ അവലംബിക്കാൻ, അവരിലേക്ക് മടങ്ങാൻ, അവരോട് കൂടിയാലോചനയും ചർച്ചയും ചെയ്യാൻ ആവശ്യമായത് കാരണത്താലും. ഇനിയാണ് വഖദ് കാനത്തിൽ അവായിലു എന്നുള്ളതിൻ്റെ ഖബർ വരുന്നത്. മുസ്തഗ്നീന, ആവശ്യമില്ലാത്തവരായപ്പോൾ, അൻ തദ്വീനിൽ ഇൽമൈനി, അമലിൻ്റെ കൈഫിയത്തിനോട് ബന്ധിച്ചതായ ഒരു ഇൽമും ഇഅ്തിഖാദിനോട് ബന്ധിച്ചതായ മറ്റൊരു ഇൽമും, ഈ രണ്ട് അറിവിനെയും ക്രോഡീകരിക്കുന്നതിനെ തൊട്ട്, എഴുതി വെക്കുന്നതിനെ തൊട്ട് ആവശ്യമില്ലാത്തവരായപ്പോൾ, തർത്തീബിഹിമാ, ആ രണ്ട് അറിവുകളെയും തർത്തീബാക്കുന്നതിനെ തൊട്ടും അതിനെ വ്യവസ്ഥാപിതമായി ഒന്നിനു പിറകെ മറ്റൊന്നായി, ഒരു വിഷയത്തിന് ശേഷം മറ്റൊരു വിഷയമായിട്ട്, ഓരോ ഫിഖഹിൻ്റെ അബവാബുകൾക്ക് അനുസരിച്ചുകൊണ്ട് അഖീദയുടെ ബാബുകൾക്ക് മുൻഗണനാക്രമങ്ങളൊക്കെ നൽകിയിട്ട് ഉള്ള തർത്തീബിനെ തൊട്ടും തർത്തീബിനും ആവശ്യമില്ലാതെ ആയപ്പോൾ, അതാ തർത്തീബിമാ അബവാബം ഫുസൂല, ബാബായിട്ട് ഫസലായിട്ട് തർത്തീബാക്കുന്നതിൻ്റെയും ആവശ്യമില്ലാതെയായപ്പോൾ, തഖരീരി മഖാസിദിഹിമാ, രണ്ട് അറിവിൻ്റെയും മഖ്സൂദുകളെ, ലക്ഷ്യങ്ങളെ തെളിവ് സഹിതം തഖ്രീറാക്കുക, സമർത്ഥിക്കുക, ഇസ്ബാത്ത് ചെയ്യുക, അതിൻ്റെയും ആവശ്യമില്ലാതെയായി. എങ്ങനെയാണ് തഖ്രീറാക്കേണ്ടത്? ഫുറൂഅൻ വ ഉസൂല, അടിസ്ഥാനപരമായിട്ടും ശാഖാപരമായിട്ടും. ഇങ്ങനെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല ആദ്യ കാലഘട്ടത്തിൽ. അവരുടെ ബർക്കത്ത് കൊണ്ട്, ആ കാലഘട്ടത്തിൻ്റെ വിശുദ്ധി കൊണ്ട്. ഏതുവരെ ഇത് ആവശ്യമില്ലാതെയായി? ഇലാ അൻ ഹദസത്തിൽ ഫിതനു, ഫിത്നയുടെ ബഹുവചനമാണ് ഫിത്തൻ. ഫിത്നത്ത്, ഫിത്തൻ അങ്ങനെയുണ്ട് സാധാരണ. അങ്ങനെ ഒരു ബഹുവചനമുണ്ട്. തായിനെ കളഞ്ഞിട്ട് ഐൻ ഫീനിക്ക് ഫത്ത് അങ്ങോട്ട് കൊടുക്കുക, അപ്പൊ ജമ്മായി മാറി. ഫിത്നത്ത്, ഫിത്തൻ, ഖിത്അത്ത്, ഖിത്അ എന്നൊക്കെ പറയും. ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്നകൾ ഉണ്ടായി. വൽ ബഗയു അലാ അഇമ്മത്തിദ്ദീൻ, മതപണ്ഡിതന്മാരുടെ മേലുള്ള കടന്നുകയറ്റവും അക്രമവും അവരെ എത്രത്തോളം കൊലയുടെ വക്കിൽ പോലും എത്തി. ഒരുപാട് പണ്ഡിതന്മാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഇമ്മത്തുദ്ദീനെ കൊല ചെയ്യപ്പെട്ടിട്ട് പോലുമുണ്ട്. അങ്ങനെ സംഭവിച്ചു. അതുവരെ ഇഖ്തിലാഫുൽ ആറായി, അഭിപ്രായ അന്തരങ്ങൾ സമൂഹത്തിൽ പ്രത്യക്ഷമായി. വൽ മൈലു ഇലൽ ബിദഇ വൽ അഹ്വാഇ, പുത്തനാശയങ്ങളിലേക്കും നവീനമായ ചിന്താഗതികളിലേക്കും അഹ്വാ, ദേഹേച്ഛ താൽപര്യ സംരക്ഷണത്തിലേക്കുമുള്ള ചാഞ്ചാട്ടവും ഉണ്ടാകുന്നത് വരെ. കസുറത്തിൽ ഫതവകൾ അധികരിച്ചു. വൽ വാഖിയാത്തു, സംഭവങ്ങൾ അധികരിച്ചു ജനങ്ങൾക്കിടയിൽ.
ഫത്വ. ഫത്വ എന്നുള്ളത് ഫത്തയിൽ നിന്നുള്ളതാണ്. ഫത്ത എന്ന് പറഞ്ഞാൽ അഷ്ശാബുൽ ഖവി, ശക്തവാനായ ബലവാനായ യുവാവ് എന്ന്. ആ ഫത്തയിൽ നിന്നുള്ളതാണ് ഫത്വ എന്ന് വരും. ഫത്വക്ക് ഫത്വ എന്ന് പേര് പറയാൻ കാരണം എന്താ? ഒരു മുഫ്തിയായ ആൾ ഒരു ഫത്തയുടെ പണിയെടുക്കുന്നുണ്ട്, യുവാവിൻ്റെ നല്ല ഊർജ്ജസ്വലനായ യുവാവിൻ്റെ പണിയെടുക്കുന്നുണ്ട് എന്നാണ്. എന്താ യുവാവിൻ്റെ പണി? അത് യുഖബ്ബിൽ മസാഇല ഫിൽ അജ്വിബത്തിൽ ഹാദിസ, നവീനമായി വന്നുകൊണ്ടിരിക്കുന്ന എന്താണ് വിഷയങ്ങൾക്ക് മറുപടി പറയുമ്പോൾ തെളിവുകളെ കൊണ്ട് ബലപ്പെടുത്തുന്നു. നല്ല തെളിവുകളോടുകൂടിയാണ്, തെളിവിൻ്റെ പിൻബലത്തോടു കൂടിയാണ് അവർ സംസാരിക്കുക. അപ്പോൾ അവരുടെ വർത്തമാനത്തിനും അവരുടെ ആജ്ഞകൾക്കും അവരുടെ പ്രഖ്യാപനങ്ങൾക്കും നല്ല കുവ്വത്തുണ്ടാകും. ആ കുവ്വത്ത് നൽകാൻ കഴിയണം ഒരു മുഫ്തിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അയാൾ കാണാൻ വയസ്സുള്ള ആളാണെങ്കിലും ഷെയ്ഖാണെങ്കിലും ഷാബിൻ്റെ പണിയായാലും എടുക്കുന്നത്. അതുകൊണ്ടാണ് മുഫ്തി എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ജമ്മെന്താണ്? ഫത്വയുടെ ബഹുവചനം എന്താണ്? ഫതാവ, അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഫതാവി. അത് രണ്ടും പറയാം. ദഅവ, 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 ഫത്വ, ഫതാവ, അങ്ങനെ പറയാം. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഉലമാഇ ഫിൽ മുഹിമ്മാത്തി, മുഖ്യമായ വിഷയങ്ങളിൽ നമുക്ക് ഹമ്മുണ്ടാക്കുന്ന കാര്യങ്ങളിൽ പണ്ഡിതന്മാരെ അവലംബിക്കാനും സാധിച്ചപ്പോൾ ഫഷ്തഗലൂ, ആ ഫിത്നകൾ വരുന്നത് വരെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുന്നത് വരെ നമുക്കൊരു തദ്വീനിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എന്തു വന്നു? ഫഷ്തഗലൂ ബിൻ നദരി വൽ ഇസ്തിദ്ലാൽ, മനനം കൊണ്ടും ഇസ്തിദ്ലാൽ തെളിവ് പിടിക്കൽ കൊണ്ടും അവർ അതിൽ വ്യാപൃതരായി. പിന്നെ അവരുടെ ശുഗൽ എന്തായി മാറി? ഉലമാ തദ്വീനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി തുടങ്ങി. വിഷയാസ്പദമായിട്ട് ഗ്രന്ഥരചന, തഅ്ലീഫാത്തുകൾ, തസ്നീഫാത്തുകൾ അവരാരംഭിച്ചു. ഇവിടെ എന്താണ് അങ്ങനെ? നമ്മൾ നേരത്തെ പറഞ്ഞെന്താ? ബിദ്അത്തിൻ്റെയും അഹ്വാഇൻ്റെയും ആളുകൾ വന്നു എന്നാ പറഞ്ഞത്. ആരാണ് അഹ്ലുൽ അഹ്വാ? നേരത്തെ പറഞ്ഞല്ലോ അല്ല അഹ്വാ. ആരാണ് അഹ്ലുൽ അഹ്വാ? അതുപോലെ ബിദ്അത്ത് എന്നുള്ളത് ബിദ്അത്തിന്റെ ബഹുവചനമാണ് ബിദ്അ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുമ്പ് ഇല്ലാത്തതായ ഒരു രീതിയിൽ ഒരു പുതിയ കാര്യം കൊണ്ടുവരിക, ആലോചനയിലൂടെ അല്ലാതെ ഒരു കാര്യം കൊണ്ടുവരിക, അതിനൊക്കെ ബിദ്അത്ത് എന്ന് ഭാഷയിൽ പറയും. ഇപ്പോൾ ഇവിടെ സാധാരണ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ, മതപരമായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തിനോട് മുഖാലിഫായത്, സുന്നത്തിന് വിരുദ്ധമായത്, അങ്ങനെ വിരുദ്ധമായ കൊണ്ടുവരുന്നവരെ കുറിച്ചിട്ട് എന്താ പറയുക? മുബ്തദിഅ എന്ന് പറയും. അപ്പോൾ മുസ്തഖ് മിൻഹു ബിദ്അത്താണ്. ബിദ്അത്ത് കൊണ്ടുവരുന്ന ആൾക്ക് മുബ്തദിഅ എന്ന് പറയും. കാരണം സ്വഹാബത്തും താബിഈങ്ങളും കൊണ്ടുവരാത്ത, പറഞ്ഞിട്ടില്ലാത്ത, ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരുന്നവരാണല്ലോ അവർ. അഹ്വാ എന്ന് പറഞ്ഞാൽ ആരാ? അഹ്ലുൽ അഹ്വാ. അവർ ഖിബിലയുടെ ആളുകൾ തന്നെയാണ്. പക്ഷെ അവരുടെ മുഅ്തഖദ്, വിശ്വാസം അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല. ആരാണ് അവരിൽ അറിയപ്പെട്ട അഹ്ലുൽ അഹ്വാ? ആരാണ്? ബിദ്അത്തിന്റെ ആളെന്നല്ല അവരെ കുറിച്ച് വരുന്നത്. അഹ്ലുൽ അഹ്വാ അല്ലെങ്കിൽ അഹ്ലുൽ ബിദ്അത്ത് അങ്ങനെ പറയാം. ജബരിയത്ത്, ഖദരിയത്ത്, റവാഫിദ്, ഖവാരിജ്, മുഅത്തിലത്ത്, മുശബ്ബിഹത്ത്, അവരങ്ങനെ 12 വിഭാഗം ആളുകളുണ്ട്. ആരൊക്കെയാണ്? ജബരിയത്ത്, റാഫിദിയത്ത്, ഖവാരിജ്, മുഅത്തിലത്ത്, മുശബ്ബിഹത്ത്, അങ്ങനെ കുറേ പേരുകൾ. അവർക്കൊക്കെ പ്രത്യേകമായ ആശയ ആദർശങ്ങളും അഖീദയും അമലുകളും നേതാക്കന്മാരും ഒക്കെ ഉണ്ട്. അത് ഗഹനമായി പഠിക്കേണ്ട, വിശാലമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. അവരെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ അവാന്തര വിഭാഗങ്ങൾ സത്യത്തിൽ ഒന്നുമല്ല എന്നും, ഇന്നുള്ള അവാന്തര വിഭാഗങ്ങളുടെ, മുബ്തദീങ്ങളുടെ എല്ലാ ആശയ ആദർശങ്ങളുടെയും മർജിഉം മടക്കവും അവലംബവും ഇത്തരത്തിലുള്ള ഇസ്ലാമിക ലോകത്ത് ആദ്യമായി കടന്നു വന്ന ആ മുബ്തദീങ്ങളുടെ ആശയത്തിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്. ഇവർക്കായിട്ട് ശരിക്കും ഒരു പുതിയ ആശയമൊന്നും ഇല്ല. അപ്പോൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നുള്ള നിലക്ക് പഴയ തുടക്ക കാലഘട്ടത്തിലുള്ള ആശയങ്ങളെ പുതിയ പേരുകളിൽ കൊണ്ടുവന്നുകൊണ്ട് സലഫികൾ, അഹ്ലുൽ ഖുർആന്, അഹ്ലുൽ ഹദീസ്, വഹാബി, സലഫി, എന്താണ് ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, ഇതെല്ലാം പുതിയ പേരുകൾ എന്ന് മാത്രമേ ഉള്ളൂ. ആശയങ്ങളെല്ലാം പഴയത് തന്നെയാണ്. അധിക പക്ഷവും അങ്ങനെ തന്നെയായിരിക്കും. അതിൽ ജബരിയാക്കൾ വളരെയധികം അള്ളാഹു തആലക്ക് കളവെല്ലാം പറയാം എന്ന് പറയുന്ന ആളുകൾ. അള്ളാഹുവിന് എന്താ കളവ് പറയുന്നതിന്? കളവെല്ലാം പറയാം എന്ന് പറയുന്ന ആളുകളാണ്. ഈ പറഞ്ഞാൽ അള്ളാഹുവിനെ എന്ത് ചെയ്യാം? അള്ളാഹുവിന് തെറ്റ് സംഭവിക്കാമെന്നും
ഒക്കെ പറയുന്ന ആളുകളാണ്. ഖദരിയാക്കള് അവർ അള്ളാഹുവിൻ്റെ മശീഅത്തിനെ നിഷേധിക്കുന്നവരാണ്. റവാഫിദ് അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹത്തിൽ അതിരുവിട്ട് കടന്നവരാണ്. ആ റവാഫിദ് തന്നെയാണ് ആര് ഇന്നത്തെ ഇറാനിലും ഇറാഖിലും അതുപോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മറ്റു നാടുകളിലൊക്കെ കുറച്ചുള്ള ഷിയാക്കൾ. അവർ വലിയ വിഭാഗം തന്നെയാണ്. അഹ്ലുസുന്ന കഴിഞ്ഞാൽ പിന്നെ ഷിയാക്കൾ തന്നെയാണ് ലോകത്തുള്ളത്. ആ ഷിയാക്കൾ അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹത്തിൽ അതിരുവിട്ട് കടന്ന് ഷൈഖൈനിനെ കാഫിർ പോലും ആക്കുന്നവരാണ്. മുമ്പ് ഉണർത്തിയോ എന്നറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെയും സിദ്ദീഖുൽ അക്ബറിനെയും കാഫിറാണെന്ന് പോലും പറയുന്ന, സഹാബത്തിനെ പോലും ചീത്ത പറയുന്ന ആളുകളാണ് അവര്. അപ്പോൾ അവരൊക്കെ ആരാണ്? മുഫ്രിത്തീങ്ങളാണ്, അതിരുവിട്ട് കടന്ന ആളുകളാണ്. അവർ പറയുന്നു അള്ളാഹുവിൽ നിന്ന് റിസാലത്ത് റസൂലാണ് എന്നുള്ള റിസാലത്ത് അലിയിലേക്കാണ് ഇറങ്ങിയത്, ജിബ്രീലിന് കുഴപ്പം പറ്റിയതാണ്, മുഹമ്മദിൻ്റെ അടുക്കലേക്ക് മാറിപ്പോയതാണ്, അലിക്കാണ് റിസാലത്ത് കിട്ടേണ്ടത് എന്ന്. എത്രത്തോളം അബദ്ധ ജഡിലമായ ഒരു ആശയമാണിത്. റിസാലത്ത് ഇറങ്ങിയത് അലി റളിയല്ലാഹു അൻഹുവിനാണ്, ജിബ്രീൽ റളിയല്ലാഹു അൻഹുവിന് തെറ്റ് പറ്റിയതാണ്. അതുകൊണ്ട് തന്നെ അവർ അലി റളിയല്ലാഹു അൻഹുവിന് സല്ലല്ലാഹു അലാ അലി എന്ന് പറയുന്നവർ, സല്ലല്ലാഹു അലാ അലി എന്ന് പറയും. അഷ്ഹദു അന്ന അലി റസൂലുള്ളാഹ് എന്ന് പറയും വേണമെങ്കിൽ, അഷ്ഹദു അന്ന അലി വലിയുള്ളാഹ് എന്ന് പറയുന്നവരുണ്ട്. അവർ അത്രത്തോളം എത്തുന്നില്ലെങ്കിലും അങ്ങനെ പറയുന്നവരാണ്. ബാങ്കിലൊക്കെ അവരുടെ നിങ്ങൾ നോക്കിയാൽ അദാനു ഷിയാക്കളുടെ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് കേട്ടോക്കിയാൽ നിങ്ങൾക്ക് അവിടെ മാറ്റം മനസ്സിലാവും, അവരുടെ വിശ്വാസപരമായ വൈകല്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അവർ അഹ്ലുസുന്നത്തിനോട് എതിരായ വിഭാഗമാണ് അവർ. മുഷബ്ബിഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അഹമ്മദ് ഖാദിയാനി എനിക്ക് റിസാലത്ത് കിട്ടിയിട്ടുണ്ട്, അയാളും റസൂലാണ് എന്ന് പറയുന്നത് കൊണ്ടല്ലേ അവർ കാഫിർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ വാദവുമായി വരുന്ന ഷിയാക്കൾ അത് കാഫിരീങ്ങൾ തന്നെയാണ്. ഇനി മുഷബ്ബിഹത്ത് എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹുവിൻ മനുഷ്യന്റെ കോലത്തിലാണ്, അവനിക്ക് മനുഷ്യന്റെ രൂപം തന്നെയുണ്ട് എന്ന് പറയുന്നവരാണ്. അവരാണ് അള്ളാഹുവിന് ജിസ്മുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്നത് കൊണ്ട് മുജസ്സിമത്ത് എന്ന് അവരെ കുറിച്ചിട്ട് പറയുന്നു. അതുപോലെ അപ്പോൾ ആ വിഷയം ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതെ, ഫസ്തഗലൂബിൻ നദരി വൽ ഇസ്തിദ്ലാൽ, നദർ കൊണ്ടും, നദർ ലാദിന് ഫത്ഹ് കൊണ്ട് വായിക്കലാണ് നല്ലത്. നമ്മൾ സാധാരണ ലാദിന് സുക്കൂൻ കൊണ്ടാണ് വായിക്കല്. അപ്പോൾ അതിനേക്കാൾ നല്ല നദർ എന്നാണ്. നിങ്ങൾ ഡിക്ഷണറി എടുത്ത് നോക്കുക, ലാദിന് സുക്കൂൻ ഉണ്ടോ ഇല്ലേ, അല്ല ഫത്ഹ് മാത്രമോ ഉണ്ടെന്ന് നിങ്ങൾ ഡിക്ഷണറി എടുത്ത് നോക്കണം. നദർ കൊണ്ടും ഇസ്തിദ്ലാൽ കൊണ്ടും അവരത്, ഇസ്തിദ്ലാൽ എന്ന് പറഞ്ഞാൽ തെളിവ് പിടിക്കുക. എങ്ങനെയാണ് തെളിവ് പിടിക്കുക? നദർ കൊണ്ട് ദലീലിൽ മനനം നടത്തുക. തെളിവുകൾ ഇപ്പോൾ ഖുർആൻ, ഹദീസ്, ഇജ്മാ, അതൊക്കെ നമ്മുടെ ദലീലുകളാണ്. ആ ദലീലിൽ നദർ നടത്തുക. അപ്പോൾ ഇസ്തിദ്ലാൽ കൊണ്ടും. അതുപോലെ വൽ ഇജ്തിഹാദി, നിർദ്ധാരണം, ഇജ്തിഹാദ് ഗവേഷണം, നിർദ്ധാരണം എന്നൊക്കെ പറയാം. അതേ മായന തന്നെയാണ് ഇസ്തിംബാത്ത്. ഇജ്തിഹാദിൻ്റെ ലഫ്ളർത്ത് എന്താണ്? തഹമ്മുലുൽ ജഹ്ദീന, പ്രയാസം സഹിക്കുക, വിഷമം സഹിക്കുക എന്നാണ് ഇജ്തിഹാദിൻ്റെ മായന. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ സാങ്കേതികമായ അർത്ഥത്തിൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ജമ്മുൽ ജവാമിലൊക്കെ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്, പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഇസ്തിഫ്രാഉൽ ഫഖീഹി അൽ വുസ്അ ലിതഹ്സീലി ളന്നിൻ ബിഹുക്മിൻ ശർഇയ്യിൻ, മതപരമായ ഒരു വിഷയത്തിൽ ഒരു ഭാവന ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫഖീഹ് തൻ്റെ ബുദ്ധിപരമായ വിവേകപരം പൂർണ്ണമായ കഴിവുകൾ മുഴുവനും വിനിയോഗിച്ച് തീർക്കൽ. ഇനി എനിക്കൊരു ചിന്തിക്കാനുള്ളൊരു കഴിവില്ലാത്ത രീതിയിൽ അങ്ങേയറ്റം ചിന്തയെ വിനിയോഗിക്കുന്നതിനാണ് മതപരമായിട്ട് സാങ്കേതികപരമായിട്ട് ഇജ്തിഹാദ് എന്ന് പറയുക. ഒന്നുകൂടി പറയുന്നു, ഇസ്തിഫ്രാഉൽ ഫഖീഹി, ഫഖീഹ് ഉപയോഗിച്ച് തീർക്കുക, അൽ വുസ്അ അയാളുടെ ഖുദ്റത്തിനെ, കഴിവിനെ, ലിതഹ്സീലി ളന്നിൻ ഒരു ളന്ന് ലഭ്യമാക്കാൻ വേണ്ടി. എന്തുകൊണ്ടുള്ള തന്നെ ബിഹുക്മിൻ ശർഇയ്യിൻ മതപരമായ ഒരു ഹുക്മിലുള്ള ഒരു വിധിയിലുള്ള ഭാവനയെ ഉണ്ടാക്കി തീർക്കാനുള്ള അങ്ങേയറ്റത്തെ കിണഞ്ഞ പരിശ്രമം നടത്തുക. അതാണ് ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ. അതാ വൽ ഇജ്തിഹാദി വൽ ഇസ്തിംബാത്തി. പിന്നെയോ ഇസ്തിംബാത്ത് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഇഖ്റാജുൽ അഹ്കാം മിനൽ അദില്ലത്തി സമഇയ്യ, സമഇയ്യായ ദലീലുകൾ, അതേതാ? ഖുർആൻ, ഹദീസാണ്. അവകളിൽ നിന്ന് അഹ്കാമിനെ ഇഖ്റാജ് ചെയ്യുക, പുറത്തു കൊണ്ടുവരിക എന്നാണ് എന്തിൻ്റെ അർത്ഥം? ഇസ്തിംബാത്തിൻ്റെ അർത്ഥം. ഇസ്തിംബാത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ കിണറ്റിൽ നിന്ന് വെള്ളം പുറത്ത് കൊണ്ടുവരുന്നതിന് ഇസ്തിംബാത്ത് എന്ന് പറയും.
അതിൽ നിന്നുള്ളതാണ് ഇതൊക്കെ പിടിച്ചെടുത്തത്. വതംഹീദുൽ ഖവായിദ് വൽ ഉസൂൽ, ഖായിദ ഖവായിദ്, അസ്ല് ഉസൂൽ, നിയമങ്ങളെ തിയറികളെ അത് ഒരുക്കി കൊണ്ടുവരിക, സജ്ജമാക്കുകയും ചെയ്യുക. വതർതീബിൽ അബ്വാബി, ബാബുകളെ തർത്തീബാക്കുക. വൽ ഫുസൂലി, ഫസ്ലുകളെയും. ഈ ബാബ് അതിൻ്റെ മായനാക്ക് തന്നെ പലപ്പോഴും പിന്നെ എന്ത് പറയും, ഫസ്ല് എന്ന് പറയും. ഫസ്ല് ബാബ് അധ്യായം, ഫസ്ല് ഉപാധ്യായം. ബാബ് അധ്യായം, ഫസ്ല് ഉപാധ്യായം. അതേ മായനാക്ക് തന്നെ ഫർഉൻ എന്നും പറയാറുണ്ട്. പിന്നെ ചില സാങ്കേതികമായ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും അതേ പിന്നെ അർത്ഥത്തിന് തന്നെ അതാണ്. തർത്തീബിൽ അബ്വാബി വൽ ഫുസൂൽ തക്സീറിൽ മസായിലി, മസലകളെ പെരുപ്പിക്കുക, അധികരിക്കുക, ഒരുപാട് മസലകൾ കൊണ്ടുവരിക. ബി അദില്ലത്തിഹാ, അവകളുടെ തെളിവുകളോടുകൂടെ. വഇറാദി ശുബഹത്തി, സംശയത്തെ കൊണ്ടുവരിക. ബി അജ്വീബത്തിഹാ, അവകളുടെ ഉത്തരങ്ങളോടുകൂടെ. അപ്പൊ സംശയം എന്താ? സംശയവും നിവാരണവും, ചോദ്യവും ഉത്തരവും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറാദു ശുബഹത്തി ബി അജ്വീബത്തിഹാ. അജ്വീബത്തി എന്നുള്ളത് ജവാബിന്റെ ബഹുവചനമാണ്. അജ്വീബത്ത് അത് അഫ്ഇലത്ത് ബാബാണ്. അഫ്ഇലത്ത് ബാബ് എന്നുള്ളത് ഖില്ലത്തിന്റെ, കുറവിനെ കാണിക്കുന്ന ജമ്മുകൾ 4 എണ്ണമാണ്. അഫ്ഇലത്തുൻ, അഫ്ഊലു, സുമ്മ ഫിഇല, സുമ്മ തഅഫ്ആലുൻ, ജുമൂഉ ഖില്ല. അഫ്ഇലത്ത്, അഫ്ആല്, ഫീലത്ത്, ഇതൊക്കെ എന്താണ്? 4 വസ്നുകളാണ് ഖില്ലത്തിന്റെ ബഹുവചനത്തിനുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് ഏത്? അജ്വിബത്ത്. അഫ്ഇലത്ത് ജവാബ്, അജ്വിബത്ത്. അതുപോലെ അഫ്ആല് ഇനി വരാൻ പോകുന്നത് വതഈനിൽ ഔളാഇ, വളഅ് ബഹുവചനം ഔളാഇ, വളഅ്കളെ തഈനാക്കലും. വളഅ് എന്ന് പറഞ്ഞാൽ ഒരു ലഫ്ലിനെ ഇന്ന മായനകൾക്ക് വേണ്ടി വെക്കുക എന്നുള്ളതാണ് വളഅ്. ആ ഔളാഇകളെ നിർണയിക്കുക. വൽ ഇസ്തിലാഹാത്തി, ഇസ്തിലാഹാത്തുകളെയും. ഇസ്തിലാഹാത്ത് എന്ന് പറഞ്ഞാൽ സാങ്കേതികമായ സമജ്ഞകൾ, സാങ്കേതിക സമജ്ഞകൾ. ഇപ്പം നഹ്വ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഭാഗം എന്നാണ് അർത്ഥമെങ്കിലും അത് നഹ്വിൻ്റെ ആ പിന്നെ പ്രത്യേക ഫന്നിലേക്ക് കടക്കുമ്പോൾ നഹ്വ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൽമും ബി ഉസൂലിൻ യുഅറഫു ബിഹാ അഹ്വാലു അവാഖിരിൽ കലിമി ഇറാബൻ വബിനാ എന്നാണല്ലോ നഹ്വ് എന്ന് പറഞ്ഞാൽ. പിന്നെ നഹ്വ് ഫന്നുൽ നഹ്വിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്നാൽ നഹ്വിൻ്റെ ഭാഷാർത്ഥം എന്താണ്? അത് പോലെ എന്നുമാണ്, ഭാഗം എന്നൊക്കെയാണല്ലോ അർത്ഥം. അതാണ് ഇസ്തിലാഹാത്ത് എന്ന് പറഞ്ഞാൽ തഖ്സീസുൽ ലഫ്ദിൽ ലുഗവി, ഭാഷാപരമായ ഒരു ലഫ്ദിനെ ബിമാനൻ ഗൈരിൽ ലുഗവി, ഭാഷാപരമല്ലാത്തതായ ഒരു അർത്ഥത്തിന് പ്രത്യേകമാക്കലാണ്. അത് നഹ്വിയിൽ നിന്നാണെങ്കിൽ ഇസ്തിലാഹുൽ നഹ്വി എന്ന് പറയും, ഫഖീഹിൽ നിന്നാണെങ്കിൽ ഇസ്തിലാഹുൽ ഫഖീഹ്, ഫിഖ്ഹ് എന്ന് പറയും. ഇങ്ങനെ ഓരോ വിഷയത്തിനും അതാതിൻ്റെതായ ഇസ്തിലാഹാത്തുകളുണ്ട്. അതുപോലെ വിഷയത്തിലേക്ക് കടക്കുക. വതബയ്യീനിൽ മദാഹിബി, മദ്ഹബുകളെ വിശദീകരിക്കുക. വൽ ഇഖ്തിലാഫാത്തി, ഇഖ്തിലാഫാത്തുകളെയും. വസമ്മൗ, ഇനി വസമ്മൗ ഓരോന്നിനും പേര് പറയാം. വസമ്മൗ അവർ പേര് വെച്ചു. ഏതെനിക്ക് മാ ഒന്നിന് യുഫീദു മഅരിഫത്തുൽ അഹ്കാമി, ഹുക്കുമുകളെ അറിയുന്നതിനെ ഫായിദ വെപ്പിക്കുന്ന ഒന്നിന് പേര് വെച്ചു. അൽ അമലിയത്തി, എങ്ങനത്തെ ഹുക്കുമുകളാണ്? പ്രവർത്തനപരമായ, കർമ്മപരമായ. എന്തിൽ നിന്ന് കിട്ടുന്നത്? അൻ അദില്ലത്തിഹ തഫ്സീലിയ, അതിൻ്റെ വിശദമായ തെളിവുകളിൽ നിന്ന്. ഇപ്പം നിസ്കാരം നിലനിർത്തണം, നിസ്കരിക്കണം. എന്താ? നിസ്കാരം നിർബന്ധമാണ്. എന്താണ്? സല്ലു ഹംസക്കും, ഒരു ഹദീസിലുണ്ട്, ആയത്തുകളുണ്ട്. സല്ലു ഹംസക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ 5 വക്ത് നിസ്കാരം നിസ്കരിക്കണം. അത് നിസ്കാരം വാജിബാണെന്നുള്ളതിൻ്റെ തഫ്സീലിയായ ദലീലാണ്. അപ്പോൾ ഫിഖിഹിൻ്റെ മസ്അലകൾക്ക് തഫ്സീലിയായ ദലീലുണ്ട്, ഇജ്മാലിയായ ദലീലുണ്ട്. തഫ്സീലിയായ ദലീൽ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിതമായ വിഷയത്തെ കുറിക്കുന്ന ഖുർആൻ ഹദീസുകളിലെ നസ്സുകളാണ്, പ്രസ്താവനകളാണ്. ഇജ്മാലി എന്ന് പറഞ്ഞാൽ അതൊരു മുജ്തഹിദായ ആള് ഖുർആൻ ഹദീസിൽ നിന്ന് മസലകൾ കണ്ടുപിടിക്കാൻ മെനഞ്ഞുണ്ടാക്കിയ അല്ലെങ്കിൽ ചിന്തിച്ചുണ്ടാക്കിയ തൻ്റെ സ്വയം കഴിവിലൂടെ ആർജിച്ചെടുത്ത കണ്ടെത്തിയതായ പൊതു നിയമങ്ങൾക്കാണ് ഉസൂലുൽ ഫിഖ്ഹ് എന്ന് പറയുക. അതാണ് ഉസൂലുൽ ഫിഖ്ഹ് എന്ന് പറയുക. ഉദാഹരണത്തിന് അൽ അംറു ലിൽ വുജൂബി, ഖുർആൻ ഹദീസിൽ വന്ന കൽപ്പനകൾ അത് വുജൂബിനെ കുറിക്കാനുള്ളതാണ്. അതുപോലെ അന്നഹിയു ലിൽ തഹരീമി, ഖുർആൻ ഹദീസിൽ വന്ന നിരോധനകൾ അത് ഹറാമിനെ കുറിക്കാനുള്ളതാണ്. ഈ രീതിയിൽ ഒരു പൊതുവായ കായിദ ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാം നഹ്വിൽ അങ്ങനെ പൊതുവായ കായിദയാണ് കുല്ലു ഫായിലിൻ മർഫൂൻ, എല്ലാ ഫായിലും മർഫൂആണ്. എന്നാൽ ആ ഒരു കുല്ലിയായ നിയമത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകുന്നു? ജാ റജുലുൻ എന്നുള്ളതിലെ റജുലുൻ എന്നുള്ളത് ജാ റജുലുൻ എന്നുള്ള ജുംലയിലെ ഫായിലാണ്. അപ്പോൾ എന്താണ്? വകുല്ലു ഫായിലിൻ മർഫൂൻ. അപ്പോൾ ഫറജുലുൻ എന്നുള്ള ഫറജുലുൻ ഫി ജാ റജുലുൻ എന്താണ്? മർഫൂ ആണെന്ന് കിട്ടി. ഇങ്ങനെ കുല്ലിയായ നിയമങ്ങൾ കണ്ടെത്തിയിട്ട് ആ കുല്ലിയായ നിയമങ്ങളിലെ മൗദൂആത്തിന്റെ അജ്സാകൾ അഫ്രാദുകൾക്ക് ആ കുല്ലിയായ ഖായിദയിലെ ഹുക്മ കൊടുക്കുക എന്നൊരു പരിപാടിയുണ്ട്. അതാണ് ഖിയാസുകളിലൊക്കെ നടക്കുന്നത്.
അപ്പോൾ പറഞ്ഞു വരുന്നത്, പിന്നെ നമ്മൾ പറയുന്നതിൽ അവ്യക്തതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഗ്രൂപ്പിലോ പേഴ്സണലായിട്ടോ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. സമൂഹമായി യുഫീദ് മാരിഫത്തുൽ അഹ്കാമിൽ അമലിയ അൻ അദില്ലത്തിഹ തഫ്സീലിയ. അപ്പോൾ തഫ്സീലിയായ അദില്ലത്തുകളിൽ നിന്ന് കർമ്മപരമായ ഹുക്കുമുകളെ അറിയുന്നതിനെ ഫായിദ ഒപ്പിക്കുന്ന ഒരറിവിന് ബിൽ ഫിഖ്ഹി, ഫിഖ്ഹ് എന്ന് പേര് വെച്ചു. ഫിഖ്ഹ് എന്ന് പേര് വെച്ചു. വലാ തസ്നു, വലാ തസ്നു, അത് തഫ്സീലിയായ തെളിവാണ്. വ്യഭിചരിക്കരുത് എന്നുള്ളതിൻ്റെ. ലാ തഷ്റബുൽ ഖംറ, കള്ളിനെ കുടിക്കരുത്, അത് തഫ്സീലിയായ തെളിവാണ്. അപ്പോൾ ഈ രീതിയിൽ കണ്ടെത്തുക ഫിഖ് എന്നും. വമഅരിഫത അഹ്വാലിൽ അദില്ലത്തി, തെളിവുകളുടെ അവസ്ഥയെ അറിയുക. ഇജ്മാലൻ, മൊത്തത്തിൽ അറിയുക. എന്ത് വിഷയത്തിൽ? മൊത്തത്തിൽ അറിയുക. ഫി ഇഫാദത്തിഹൽ അഹ്കാമ, അവകൾ ഹുക്കുമുകളെ ഫായിദ വപ്പിക്കും എന്നുള്ള വിഷയത്തിൽ അവകൾക്ക് എന്ത് പേര് വെച്ചു? ഉസൂലുൽ ഫിഖ്, ഉസൂലുൽ ഫിഖ് എന്ന് പേര് വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉസൂലുൽ ഫിഖിൻ്റെ നിയമങ്ങളാണ് പിന്നെ ഏത്? കുല്ലു അംരിൻ ലിൽ വുജൂബി, കുല്ലു നഹീൻ ലി തഹരീമി എന്നൊക്കെ. അപ്പോൾ മാരിഫത്തുൽ അഖായിദ്, അഖീദകൾ അറിയുന്നതിനെ ഫായിദ ഒപ്പിക്കുന്ന അറിവിൻ്റെ പേര് വെച്ചു. എന്തിൽ നിന്ന്? അഖീദയെ അറിയുക. അൻ അദില്ലത്തിഹ, അവകളുടെ തെളിവുകളിൽ നിന്ന്. എന്താണ് പേര് വെച്ചത്? ബിൽ കലാമി, കലാം എന്ന് പേര് വെച്ചു. അവിടെ വരെ നമ്മൾ എന്താക്കി? ഓരോ അറിവിനും എന്താ പേര് വെച്ച്? ഇൽമുൽ ഫിഖ് എന്നായി, ഉസൂലുൽ ഫിഖ് എന്നായി, ഇൽമുൽ കലാം എന്നായി. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താ വിഷയം? ഇൽമുൽ കലാം. ആ മൂന്നാമത്തെ വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ കിതാബിൽ. ഈ ഒറ്റൊരു ചർച്ചയും കൂടി ചെയ്ത് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. എന്താണ് പിന്നെ ഇൽമുൽ കലാം എന്ന് ഈ വിഷയത്തിന് പേര് വെച്ചത്? നേരത്തെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഇൽമുൽ കലാം എന്ന് എന്തിനാണ് ഈ പറയുന്നത്? കലാം എന്ന് പറയുന്ന സംസാരം ഒന്നല്ലേ? സംസാരവും ഈ അറിവുമായിട്ട് എന്താണ് ബന്ധം? അതിൻ്റെ അസ്ബാബുകളെ കുറിച്ചാണ്, ഇല്ലത്തുകളിലേക്കാണ് നാം പ്രവേശിക്കുന്നത് ഇൻഷാ. അതിന് കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്. ആ കാരണങ്ങളും കൂടി ശരിക്കും മനസ്സിലാക്കുക. എന്താണ് അഖീദക്ക് ഇൽമുൽ കലാം എന്ന് പേര് പറയാൻ കാരണം? ലിഅന്ന ഉൻവാന മബാഹിദിഹി, ഇൽമുൽ കലാമിൻ്റെ ചർച്ചകളുടെ അതിൻ്റെ ഉൻവാൻ, അതിൻ്റെ അഡ്രസ്സ്, അതിൻ്റെ വിലാസം, ഖാന ആണ്, ഖൗലഹും മുതകല്ലിമീങ്ങളുടെ വർത്തമാനമാണ്, പറച്ചലാണ്. എന്തെന്ന്? അൽ കലാമു ഫീ കദാ വ കദാ, ഇന്നാൽ ഇന്നതിലുള്ള കലാം എന്നാണ് ഇൽമുൽ കലാമിനെ ചർച്ച ചെയ്യുമ്പോൾ പറയാറുള്ളത്. ഉദാഹരണത്തിന് അൽ കലാമു ഫീ സിഫാത്തില്ലാ, അൽ കലാമു ഫീ ദാത്തില്ലാ, അൽ കലാമു ഫീ നുബുവ്വത്തിർ റസൂൽ, അൽ കലാമു ഫീ പിന്നെ ഖൽഖിൽ ഖുർആൻ, അൽ കലാമു ഫീ ഇജാദിൽ ഖുർആൻ. അപ്പോൾ എങ്ങനെ കലാം ഇട്ടിട്ടാണ്, കലാം എന്നുള്ള രീതിയിലാണ് അതിനെ പരിചയപ്പെടുത്താറുള്ളത്. അതുകൊണ്ടാണ് ഇതിനെന്ത് പേര് വെക്കാൻ കാരണം? ഇൽമുൽ കലാം എന്ന് പേര് വെക്കാൻ കാരണം. ഹത്താ ഇത് വലി അന്ന മസലത്തൽ കലാം, മാത്രമല്ല ഈ വിഷയത്തിലെ മസലയാകുന്നത് കാനത്ത് അതായിരിക്കുന്നു അഷ്ഹറ മബാഹിതിഹി, ഈ വിഷയത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ചർച്ചയായിരിക്കുന്നു. വ അക്സറഹായ, ഏറ്റവും കൂടുതൽ ചർച്ചയുമായിരിക്കുന്നു. എന്തിനാൽ? നിസാൻ, തർക്കത്തിനാലും, വജിദാലൻ, വാഗ്വാദത്തിനാലും. അപ്പോൾ തർക്കം, നിസാവും ജിദാലും ഒന്ന് തന്നെയാണ്, ലഫ്ദ് അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ്? അള്ളാഹുവിൻ്റെ കലാം അഥവാ ഖുർആൻ, ഈ ഖുർആൻ എന്നുള്ള കലാമുല്ലാഹിയാണ് ഈ വിഷയത്തിലെ ഏറ്റവും അധികരിച്ചതും അതുപോലെ തർക്കം കൂടിയതുമായ വിഷയം. അതുകൊണ്ട് ഈ കലാമിന് തന്നെ ഇൽമുൽ കലാം എന്ന് പേര് വെച്ചു. കലാം ഏതാ? ഖുർആനാണ്. ഖുർആൻ്റെ വിഷയം, ഖുർആൻ മഖ്ലൂക്കാണോ ഗൈറു മഖ്ലൂക്കാണോ, ഖുർആൻ പിന്നെ ഖദീമാണോ ഹാദിസാണോ എന്നുള്ള ചർച്ച വല്ലാണ്ട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പേര് വെച്ചു? ഇൽമുൽ കലാം എന്ന്. ഇത്രത്തോളം ഹത്താ ഇന്ന ബഅദൽ മുത്തഖല്ലിബത്തി, അക്രമികളിൽ നിന്ന് ചില പിന്നെ ആളുകൾ, മുത്തഖല്ലിബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കയ്യേറ്റം നടത്തുന്നതായ ആളുകൾ, അക്രമികളായ ഭരണാധികാരികൾ എന്നൊക്കെയാണ്. ആരെപ്പോലെ? ഖുലഫാ ഉൽ അബ്ബാസിയ ഭരണാധികാരികളിൽ നിന്ന് മഅ്മൂൻ, അയാൾ മുഅ്തസിലിയായിരുന്നു. അയാളുടെ വാദം എന്താണ്? പിന്നെ ഖുർആൻ മഖ്ലൂഖാണ് എന്നാണ്. ഹത്താ ഇന്ന ബഅദൽ മുത്തഖല്ലിബത്തി, അതുപോലെ അബ്ബാസിയ കാലഘട്ടത്തിലെ പിന്നെ നമ്മുടെ ഉലമ ഒക്കെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരായിരുന്നു. ഷാഫി ഇമാം പരീക്ഷണത്തിന് വിധേയമായിട്ടുള്ള ഭരണാധികാരികളുടെ കൂട്ടത്തിൽ അബൂ അഹ്മദ് ബിൻ ഹംബൽ തുറുങ്കലടക്കപ്പെട്ടിട്ടുണ്ട്, നല്ലോണം അടികൊണ്ടിട്ടുണ്ട്. എന്തിൻ്റെ പേരിൽ? ഖൽഖുൽ ഖുർആൻ, ഖുർആൻ മഖ്ലൂഖാണ് എന്ന് അവർ പറഞ്ഞു. മൂപ്പർ പറഞ്ഞു ഖുർആൻ മഖ്ലൂഖല്ല. ഷാഫി ഇമാം ഹിക്മത്തോടുകൂടെ രക്ഷപ്പെട്ടു. എന്താ? ഷാഫി ഇമാം പറഞ്ഞു അള്ളാഹുവിൻ്റെ കലാം അത് ഖദീമാണ്, മഖ്ലൂഖല്ല എന്നാണ് ഷാഫി ഇമാമിൻ്റെ വാദം. പക്ഷേ ഷാഫി ഇമാം അവിടെ ഒരു സൂത്രം പ്രയോഗിച്ചു. എന്നിട്ട് പറഞ്ഞു പിന്നെ ഖുർആൻ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ ഈ 4 മഖ്ലൂഖാൻ. എന്താ പറഞ്ഞേ? ഈ 4 മഖ്ലൂഖാൻ. ഖുർആനോ? മൂപ്പര ഖുർആൻ്റെ വിഷയം പറഞ്ഞിട്ടില്ല. അവരെ കണ്ണ് പൊട്ടീസാക്കി. എങ്ങനെ? ഷാഫി ഇമാം പറഞ്ഞ 4 മഖ്ലൂഖാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്?
ഹത്താ ഇന്ന ബഅദൽ മുത്തകല്ലിബത്തി ഖതല കസീറൻ മിൻ അഹ്ലിൽ ഹഖ്, ഹക്കിന്റെ ആളുകളിൽ നിന്ന് ധാരാളം ആളുകൾ അവർ വധിച്ചു കളഞ്ഞു. അല്ലേ ആദ്യമീ കൗലിം അവർ പറയാത്തത് കൊണ്ട് ഖൽഖിൽ ഖുർആൻ, ഖുർആൻ മഖ്ലൂഖാണെന്ന് ആരാ കൊല്ലുന്നത്? കൊല്ലുന്ന ആരാണ്? RSSും BJP ഒന്നും അല്ല. കൊല്ലുന്നത് മുസ്ലിമീങ്ങൾ തന്നെയാണ്. മുസ്ലിം ഭരണാധികാരികൾ അഥവാ പിഴച്ച വിശ്വാസത്തിന്റെ ആളുകളായ മുസ്ലിം ഭരണാധികാരികൾ. പിന്നെ ഉമവിയ്യ, അബ്ബാസിയ്യ, ഫാത്തിമിയ്യ, ഉസ്മാനിയ്യ പോലത്തതൊക്കെ ഇസ്ലാമിക ലോക ചരിത്രത്തിലെ ഖിലാഫത്തുകളാണ്. ആ ഖിലാഫത്തുകളുടെ ഖലീഫമാരെല്ലാം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളൊന്നുമല്ല. കുറേ ആളുകൾ മുഅ്തസിലികളാണ്. ഖവാരിജത്തുണ്ട്, മുഅ്തസിലത്തുണ്ട്, ജബരിയാക്കളുണ്ട്. അതുകൊണ്ട് തന്നെ അതാത് കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെ ഒരുപാട് ശിക്ഷിച്ചിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്, കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇനിയും പറയുകയാണ്, ഇൽമുൽ കലാം എന്ന് പേര് പറയാൻ കാരണം വലിയ അന്നഹു ഇൽമുൽ കലാമി യൂരിസു, ഉണ്ടാക്കിത്തരും, കുദറത്തൻ ഒരു കഴിവുണ്ടാക്കിത്തരും, അല്ലൽ കലാമി വർത്താനം പറയാൻ, സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കിത്തരും. ഫി തഹ്ഖീഖ് ശർഇയ്യാത്തി, മതപരമായ കാര്യങ്ങളെ തഹ്ഖീഖാക്കാനുള്ള ഒരു കഴിവുണ്ടാക്കിത്തരും. അതുകൊണ്ട് ഇൽമുൽ കലാം എന്ന് പേര് പറയുന്നു. വ ഇൽസാമിൽ ഖുസൂമി, പ്രതിയോഗിയെയും എതിരാളിയെയും പ്രതിപക്ഷത്തിരിക്കുന്നവനെയും ഉത്തരം മുട്ടിക്കാനും കഴിയും. ഏതുപോലെ കൽ മന്ദിക്ക് എന്നുള്ളത് കഴിവ് നൽകുന്നത് പോലെ ഫൽസഫത്തി, തത്വശാസ്ത്രത്തിന്. അപ്പൊ തത്വശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം മന്ദിക്ക് എന്നുള്ളത് ഒരു വല്ലാത്ത ബുദ്ധിപരമായ യോഗ്യതയും കഴിവും ഉണ്ടാക്കി തീർക്കുന്നതാണ്. അതിനെ ഒന്നും കൂടി പറഞ്ഞാൽ അത് അവസാനിപ്പിച്ച് വലിയ അന്നഹു അവലുമായി യജിബു ഇൽമുൽ കലാമാണ്. ഈ ഇൽമുൽ കലാമിലെ വിഷയമാണ് ആദ്യമായി നിർബന്ധമാകുന്ന വിഷയം. മിനൽ ഉലൂമി, വിജ്ഞാന ശാഖകളിൽ നിന്ന്. അല്ലത്തി, എങ്ങനത്തെ ഇൽമുകളാണ്. ഇന്നമാ തുഅലമു, അവകളെ അറിയപ്പെടുകയും തുതഅലമു, പഠിക്കപ്പെടുകയും ചെയ്യുന്നു. ബിൽ കലാമി, വർത്തമാനത്തിലൂടെ. പറഞ്ഞിട്ട് പഠിക്കുക, പഠിപ്പിക്കുക. അത്തരം ഇൽമുകളിൽ നിന്ന് ആദ്യമായി നിർബന്ധമാകുന്നത് അഖീദയാണ്. അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഫൗദിലിക അലൈഹി, ആ കലാമിന് പേര് വെക്കപ്പെട്ടു. ഹാദൽ ഇസ്മു ഇൽമുൽ കലാം എന്ന്. ലിദാലിക, ഈ പറയപ്പെട്ട മദ്കൂറായ കാരണത്തിനു വേണ്ടി. അപ്പൊ 3-4 കാരണങ്ങൾ പറഞ്ഞു എന്നാണ്. ഇനി ഇൻഷാ അല്ലാഹ് മറ്റു വിഷയങ്ങളിലേക്ക് പിന്നീട് കടക്കാം.